Stem cell activation therapy എന്ന് പറയുന്നത് it is usually once in a lifetime treatment. Hi, I'm Dr. Nandana Raudisha. Stem cell activation therapy നമ്മൾ 2 സെഷൻ ആൻഡ് ഒരു ബൂസ്റ്റർ ആയിട്ടാണ് ചെയ്യുന്നത്. 2 sessions are done within 15 days and another booster dose is taken after 2 months. ആ ഒരു ഇന്റർവെല്ലാണ് നമ്മൾ ചെയ്യുന്നത്. സോ പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ പ്രയർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഡി ലെവൽസ്, തൈറോയിഡ് ലെവൽസ്, ബ്ലഡ് ഷുഗർ ലെവൽസ്, ഇത്തരം ലെവൽസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊസീജിയറിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. സോ നമ്മൾ പ്രൊസീജിയറിന് ശേഷമുള്ള ഈ ആഫ്റ്റർ കെയർ ആദ്യം തന്നെ 24 hours ഹെയർ നനയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൊടിയുള്ള എൻവൈറൺമെന്റിൽ പോവാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് വേർക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കമ്മിങ് ബാക്ക് ടു റൂട്ടീൻ, നമ്മൾ ടോപ്പിക്കൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അത് ബീനോക്സിഡിൽ ആൻഡ് റിഡൻസിൻ സെറംസ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. നമ്മുടെ ഫോക്കസ്ഡ് ഏരിയയിൽ 2 sprays at night. ഇതാണ് നമ്മുടെ റൂട്ടീൻ. ദാറ്റ് ഈസ് ആക്ച്വലി അപ്രോക്സിമേറ്റ്ലി അപ് ടു 0.5 ml. സോ ഈ 0.5 ml വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ ടെൻഡൻസി ഇഷ്യൂസ് ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഈ 12-month പീരീഡിലാണ് അത് ടേപ്പർ ചെയ്ത് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഫിംഗർ ടിപ്സ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഡെർമ റോളർ. ഈ റോളർ എടുത്തിട്ട് പതിയെ യൂണിലാറ്ററലി ഒറ്റ ഡയറക്ഷനിൽ മാത്രം തവഴയ്ക്ക് മാത്രം റോൾ ചെയ്യുക. ഒരു 2 or 3 minutes മതി. കൂടുതൽ പ്രഷർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടോ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സെറ്റ് ആണ് നമ്മുടെ സപ്പോർട്ടീവ് മെഡിക്കേഷൻസ്. ഞാനിപ്പോൾ അതിനെപ്പോലെ വൈറ്റമിൻ D3 ടാബ്ലറ്റ്സ്, വൈറ്റമിൻ B7 ടാബ്ലറ്റ്. മോസ്റ്റ്ലി വൈറ്റമിൻ B7 ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ വി ആസ്ക് ദം ടു ഡു എ ഡയറ്ററി മോഡിഫിക്കേഷൻ. അതായത് ഇപ്പം നമ്മുടെ റോ എക്കിൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ എവിഡൻ. സോ ഈ എവിഡൻ വിൽ ആക്ച്വലി ഹിൻഡർ ദി അബ്സോർപ്ഷൻ ഓഫ് ബയോട്ടിൻ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനോട് നമ്മൾ 1 month എങ്കിലും എഗ് ഒഴിവാക്കാൻ പറയാറുണ്ട്. പിന്നെ ഈ ഹൈ സെലീനിയം കണ്ടന്റ് ഉള്ളതുകൊണ്ട് കാഷ്യൂ നട്ട്സ് ഒഴിവാക്കാൻ പറയാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഷൻസ് കഴിഞ്ഞിട്ട് when the hair is actually entering to the growth phase, ആ ഒരു സമയത്തിന് മുന്നേ ഒരു ഷെഡിങ് ഫേസ് കോമൺ ആണ് ആൻഡ് ഇറ്റ് മേ ലാസ്റ്റ് അപ് ടു 2 to 8 weeks. ഈ ഒരു സമയത്ത് മോസ്റ്റ്ലി പേഷ്യൻസ് ഡോണ്ട് ഹാവ് ഇറ്റ്. പക്ഷേ ചില പേഷ്യൻസിന് നമ്മൾ ടീലോജൻ ഫേസിലാണ് കൂടുതൽ ഹെയറിന്റെ സ്റ്റേജ് നിൽക്കുന്നെങ്കിൽ ദാറ്റ് വിൽ ആക്ച്വലി ഷെഡ് ഓഫ് ഇനീഷ്യൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബേബി ഹെയർസ് വന്ന ശേഷം ദാറ്റ് വിൽ ആക്ച്വലി ബൂസ്റ്റ് ഇൻ ടു എ മോർ ഡെൻസിറ്റി കൈൻഡ് ഓഫ് ഹെയർ. പിന്നെ കംസ് ടു അവർ ഡയറ്റ്. നമ്മൾ ഡയറ്റ് എന്ന് പറയുമ്പം ആദ്യം തന്നെ വെള്ളം, ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ ശ്രമിക്കുക. ആൽമണ്ട്സ്, വാൾനട്ട്സ്, പംകിൻ സീഡ്സ് പോലുള്ള കാര്യങ്ങൾ ഡയറ്റിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. പിന്നെ ഫൈബർ റിച്ച് ഫുഡ്സ് അല്ലെ പ്രോട്ടീൻ റിച്ച് ഫുഡ്, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. മോസ്റ്റ്ലി ഓൾ ഫിഷസ് ആർ വെരി റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ്സ്. അപ്പൊ നന്നായിട്ട് ഫിഷ് കഴിക്കുക. അതല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ പോലെ omega-3 ടാബ്ലറ്റ് സപ്ലിമെന്റ്സ് ആർ അവൈലബിൾ. സോ അത് കഴിക്കുക. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി കംസ് ടു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. നമ്മൾ വെള്ളം, നമ്മൾ തല കഴുകാൻ യൂസ് ചെയ്യുന്ന വെള്ളം അത് ഒന്നുകിൽ ഫിൽറ്റേർഡ് ആയിട്ട് യൂസ് ചെയ്യുക ഇഫ് ഇറ്റ് ഇസ് ഹാർഡ് വാട്ടർ. അതും അല്ലെങ്കിൽ ആലം പോലുള്ള കണ്ടൻസ് യൂസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റെം സെൽ ആക്ടിവേഷൻ തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി വൺസ് ഇൻ എ ലൈഫ് ടൈം ട്രീറ്റ്മെന്റ്. നമ്മൾ ഇറ്റ് ഈസ് ആക്ച്വലി മാനേജ്ഡ് വിത്ത് ബൂസ്റ്റേഴ്സ്. ഒരു 3 month to 1 year പീരിയഡിന്റെ ഒരു ഇന്റർവെല്ലിൽ യു കെ കം ആൻഡ് ഗെറ്റ് ദ ബൂസ്റ്റർ ഡൺ. ആൻഡ് ദെൻ ആ രീതിയിൽ ഡിപ്പെൻഡിങ് ഓൺ യുവർ കൺസേൺസ്, ഇപ്പോൾ ഹെയർ ഫോൾ ഉണ്ട് അല്ലെങ്കിൽ കൂടുതൽ കവറേജ് വേണം, അത്തരം സിറ്റുവേഷൻസിൽ യു കെൻ കം ആൻഡ് ഗെറ്റ് ദ ബൂസ്റ്റർ ഡൺ.